ഗൈസ്, വെൽക്കം ബാക്ക് ടു മോം ഓഫ് സുഹാൻ. ഞാൻ 2 വീഡിയോസും നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ പ്രശ്നമായിട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അടിയിൽ വന്നിട്ട് താൻ ആരാ ഇത് പറയാൻ, താൻ വീഡിയോ മൊത്തം കാണ്, പിന്നെ അഖിൽമാരാരുടെ വീഡിയോസ് മൊത്തം കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത അഖിൽമാരുടെ ഫസ്റ്റ് ലൈവ് കണ്ടിട്ടാണ്. ആ ഫസ്റ്റ് ലൈവ് കണ്ടപ്പം എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്. ലൈക്ക് അതിലെ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിൻ്റെ ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിനകത്ത്. അതായത് ഞാൻ ആരുടെയും ലൈക്ക് അഖിൽമാരുടെ ഹേറ്റർ അല്ല, പിന്നെ വേറൊരു കണ്ടസ്റ്റൻറ്റിനെയും ഫേവർ ചെയ്തിട്ട് സംസാരിക്കുന്നതല്ല. എനിക്ക് ആ ഒരു ലൈവ് വീഡിയോ കണ്ടിട്ട് തോന്നിയ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവൻ ഏഷ്യാനെറ്റിനെയും ഫേവർ ചെയ്യുന്നില്ല, ആരെയും ഫേവർ ചെയ്യും. ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട്, എല്ലാ സീസണിലും ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട്. ബിഗ് ബോസ് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോക്ക് വേണ്ടി റിയാക്ട് ചെയ്തത്. അപ്പം അതിനകത്ത് കുറേ നെഗറ്റീവ് പറഞ്ഞ് ആളാവാൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു മുന്നേ തൊപ്പിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റീച്ചിന് വേണ്ടിയിട്ട് അന്നും പറഞ്ഞിട്ടുണ്ടായി ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ജസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞ് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്. അതിൻ്റെ മുകളിൽ റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് വീണ്ടും ബാക്ക് ടു ബാക്ക് അതിൻ്റെ മുകളിൽ വീഡിയോസ് ചെയ്യാമായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. കാരണം വെച്ചാൽ ഞാൻ എല്ലാ വള്ളിയും കയറി പിടിക്കുന്നതല്ല. എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വന്ന് സംസാരിക്കാറുള്ളൂ. ആൻഡ് ഇതിൻ്റെ കൂടുതലായിട്ട് ഇപ്പോൾ അഖിൽമാരാറും ഇന്നലെ ഒരു ഫീമെയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് അത് അവർ കണ്ടസ്റ്റൻ്റ് അല്ല, പക്ഷേ കണ്ടസ്റ്റൻ്റ് അല്ല, ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ പ്രോബ്ലം ഫേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആള് കണ്ടസ്റ്റൻ്റ് അല്ല. പക്ഷെ അഖിൽമാരാർ ഫസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ ഇതിൽ കയറി പറ്റണമെങ്കിൽ ഇങ്ങനെ ലൈക്ക് ഒന്നെങ്കിൽ അവരുടെ സാലറിയുടെ ഒരു ഷെയർ കൊടുക്കണം, അല്ലെങ്കിൽ കിടന്നു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ആ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടുന്ന ഒരു കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ അതിൽ കയറുന്ന ഫീമെയിൽസ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്തത്. പിന്നെ ഇതിൽ ഇപ്പോൾ സിബിൻ്റെ കാര്യം പറയുന്നുണ്ട്, സിബിനെ പുറത്താക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ സിബിൻ അത്രയും നമ്മൾ കണ്ടതാണ് ആ ഒരു ഷോയിൽ. സിബിൻ അത്രയും രീതിയിൽ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പോകണം, മൈക്ക് ഊരി വെക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡന്റ് കൊണ്ടാണ് പുറത്ത് പോയത് എന്ന് പറയുന്നത്. പിന്നെ ഈ മെഡിസിൻ കൊടുത്തു എന്ന് പറയുന്നത് അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റാണ്. ദേ ഷുഡ് ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ്. പിന്നെ എന്നിട്ടും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും പുറത്തായില്ല. ലൈക്ക് സിബിന് അവർ പറയുന്ന അഖിൽമാരാറെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അഖിൽമാരാർ പുറത്ത് പോയിട്ടില്ല. കാരണം എന്താ, ദ ഷോ ഈസ് ഡിസൈഡിങ് ബൈ ദ ഓഡിയൻസ്. നമ്മൾ പ്രേക്ഷകരാണ് അവിടെ ആര് നിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതൊരു ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണത്. ലൈക്ക് അതിൽ നമ്മൾ അഖിൽമാരാരെ അവർ പുറത്താക്കിയിട്ടില്ല. എന്തുകൊണ്ട് പുറത്താക്കിയില്ല? വി ആർ ഡിസൈഡിങ്. നമ്മൾ ഓഡിയൻസ് ആണ് ആര് പുറത്ത് പോകണം, ആര് പുറത്ത് പോകണ്ട എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദെയർ ഇസ് നോ റൂൾ. അത് ഏഷ്യാനെറ്റ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എനിക്ക് തോന്നുന്നില്ല അതിനൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. പിന്നെ വേറെന്താ, പിന്നെ സിബിൻ്റെ വിഷയം വന്നത് കൊണ്ടാണ് അഖിൽമാരാർ ഇങ്ങനെ സംസാരിച്ചത്. അത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഷ്യൂ പുറത്ത് ഇട്ടത് എന്ന് പറയുന്നു. അങ്ങനെ പുറത്തുള്ള ഫീമെയിൽസിനോ ആൾക്കാർക്കോ വേണ്ടിയിട്ടാണ് അത് അഖിൽമാരാർ സംസാരിക്കുന്നെങ്കിൽ അഖിൽമാരാർ എന്തുകൊണ്ട് സിബിന് ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു? ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ. ആൻഡ് ഈവൻ ഞാൻ റിനോഷിൻ്റെ ലൈവ് കണ്ടു. ലൈക്ക് റിനോഷ്, എനിക്ക് മൈൻഡിൽ കൂടെ പോയ കാര്യങ്ങളാണ് റിനോഷ് ആയ പുള്ളിക്കാരുടെ ലൈവിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അഖിൽമാരാരെ ഹേറ്ററല്ല. അഖിൽമാരാരെ പേഴ്സണലി എനിക്ക് താല്പര്യമില്ലെങ്കിലും ബട്ട് ലൈക്ക് ഹി വാസ് എ ഗുഡ് കണ്ടസ്റ്റന്റ്. അതുകൊണ്ടാണ് അഖിൽമാരാർ കപ്പടിച്ചത്. ഈവൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സാബുവിൻ്റെ കാര്യം. സാബുവിനെ പുറത്താക്കാൻ ശ്രമിച്ചു, എന്തുകൊണ്ട് പറ്റിയില്ല? നമ്മൾ ഓഡിയൻസ് ആണ് അത് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുക. ലൈക്ക് എനിക്കതാണ് മനസ്സിലായത്. കാരണം വെച്ചാൽ ഏഷ്യാനെറ്റിൽ മുകളിലിരിക്കുന്ന 2-3 ആൾക്കാരല്ല ആ പ്രോഗ്രാമിൽ ആര് നിൽക്കണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓഡിയൻസ് തന്നെയാണ്. അതിൻ്റെ പ്രൂഫാണ് ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞതിൽ. എനിക്ക് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുറത്താക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഈസി ആയിട്ട് പുറത്താക്കാമായിരുന്നു, പക്ഷെ പുറത്താക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? നമുക്ക് അഖിൽമാരാർ ഇഷ്ടമായതുകൊണ്ട്. സോ അഖിൽമാരാർ ജയിച്ചു, അവിടെ നിന്നു അഖിൽമാരാർ ജയിച്ചു. പിന്നെ എന്താ ഉണ്ടായിരുന്നേ,
എന്തോ ഒരു ഇഷ്യൂ പറയാനുണ്ടായിരുന്നല്ലോ. പിന്നെ സെയിം തിങ് കാസ്റ്റിംഗ് കൗച്ചും അത് ഞാൻ കാസ്റ്റിംഗ് കൗച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് പറയുമ്പം അത് ബാക്കിയുള്ള എല്ലാവരും അങ്ങനെയാണോ വരുന്നത്? ഒരിക്കലും നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയും ബിഗ് ബോസും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസ് ഇസ് എ വെരി വെരി സ്മോൾ കമ്മ്യൂണിറ്റി. വീണ്ടും പറയുന്നു, ബിഗ് ബോസ് 4-5 ആൾക്കാർ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അതിലാരൊക്കെയാണ് ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് എന്ന്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻ നമ്പർ ഓഫ് ഫീമെയിൽസ് ഉണ്ട്. സോ ഡോണ്ട് കമ്പയർ. ഇത് ഇത്രയും ചുരുങ്ങിയ ആൾക്കാർ അവരുടെ പേരിലേക്കാണ്, അവരുടെ മേത്തേക്കാണ് ഈ ഒരു അലിഗേഷൻ പോകുന്നത്. ഈവൻ നാദിറയുടെ ഒരു ഇന്റർവ്യൂ പോലെ എന്തൊരു സംഭവം കണ്ടു. വാട്ട് ഷീ സെഡ് ഇസ് ട്രൂത്ത്. ലൈക്ക് ഇവരെ മേത്തേക്കാണ് ടാർഗറ്റ് പോകുന്നത്. സോ എനിക്ക് അതിൽ അൺടിൽ ആൻഡ് അൺലെസ് അഖിൽമാരാർ വിത്ത് ഓൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാതെ വി കൻ നോട്ട് ട്രസ്റ്റ് ഹിം. എന്തുകൊണ്ട് ഈ റിനോഷ് പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു ഫ്ലിപ്പ് കൊണ്ടുവന്നത് എന്നുള്ളത് ഐ ഡോണ്ട് നോ. സിബിൻ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത് കൊണ്ടാണ് അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞാൽ ലൈക്ക് വൈ ഡിഡ് യു വെയിറ്റ് ഫോർ ആ ഒരു ഇൻസിഡന്റിന് വേണ്ടിയിട്ട് എന്തിനു വെയിറ്റ് ചെയ്തു? അത്ര ആള് പറയാം. എന്നെ വന്ന് തെറി വലിച്ചിട്ട് കാര്യമില്ല. ആൻഡ് നീ ആരാ ചോദിക്കും. ഞാനൊരു കോമണറാണ്. നിങ്ങളെ പോലത്തെ ഒരു കോമണർ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വന്നു. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇനി പറയാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് ഷൈമ എന്നാണ്. എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് മോമോഫ് സഹാൻ. നിങ്ങൾ കാണുന്ന അക്കൗണ്ട് മോമോഫ് സഹാനാണ്. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് മാൻ. എന്നെ ഒന്ന് തെറി വിളിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും, എവിടെയും മുഖത്ത് നോക്കിയിട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.